മൈനേഴ്സ് ആർ നോട്ട് കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. മൈനേഴ്സ് കഴിഞ്ഞ് അടുത്താര പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, ദേ ആർ ഓൾസോ നോട്ട് കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. അൺസൗണ്ട് മൈൻഡുള്ള പേഴ്സൺസ്, വ്യക്തികൾക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി ഇല്ല. നമുക്ക് ആ കോമ്പീറ്റൻസി പറഞ്ഞിരിക്കുന്നത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡാണ്. ഇനി നമുക്ക് ആ കോൺട്രാക്റ്റിംഗ് പർപ്പസിന് വേണ്ടി അൺസൗണ്ട് മൈൻഡ് ഡെഫിനേഷൻ സെക്ഷൻ 12 തന്നിട്ടുണ്ട്. സെക്ഷൻ 11 അകത്ത് മൈനേഴ്സിൻ്റെ ഡെഫിനേഷനുണ്ട്. സെക്ഷൻ 12 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് നമുക്കെന്താ അതിൻ്റെ ആ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, ഹൂ ആർ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ആ സെക്ഷൻ 12 തന്നിരിക്കുന്ന ഡെഫിനേഷൻ പ്രകാരം എ പേഴ്സൺ ഈസ് സഡ് ടു ബി ഓഫ് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡാണ് തന്നിരിക്കുന്നത്. എ പേഴ്സൺ ഈസ് സഡ് ടു ബി ഓഫ് സൗണ്ട് മൈൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട് if at the time when he makes it he is capable of understanding. സൗണ്ട് മൈൻഡ് എന്താ? ദി പേഴ്സൺ ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ളയാളായിരിക്കണം. സൗണ്ട് മൈൻഡ് ആണെങ്കിൽ എ പേഴ്സൺ ഹാവിങ് സൗണ്ട് മൈൻഡ് ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെൻറ്റ്. കാര്യങ്ങൾ മനസ്സിലാക്കി യുക്തിപരമായ ഒരു ജഡ്ജ്മെൻറ്റിൽ ഏർപ്പെടാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ അയാളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമാണോ വിരുദ്ധമാണോ, അപ്പം ആ വ്യക്തിയുടെ താല്പര്യത്തിൻ്റെ മേൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണെന്ത് പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ്. അപ്പം ഒരു സൗണ്ട് മൈൻഡ് ഉള്ള വ്യക്തിക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പം persons of unsound mind is incapable of entering into a valid agreement. Persons of unsound mind is incapable of entering into a valid agreement. Minors are incapable of entering into a valid agreement. വാലിഡ് അഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ മൈനേഴ്സിന് കോമ്പീറ്റൻസി ഇല്ല. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ അവർക്ക് കോമ്പീറ്റൻസി ഇല്ല. അപ്പം ദി അഗ്രിമെൻറ്റ്സ് entered into or with a person of unsound mind is absolutely void. അപ്പം സൗണ്ട് മൈൻഡ് ഇല്ലാത്ത ഒരു അൺസൗണ്ട് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട്ലി വോയിഡാണ്, അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി ആരൊക്കെയാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡായിട്ട് നിയമം പറയുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇഡിയറ്റ്സ്. ഇഡിയോസ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത്. ഇഡിയോസ് ഈസ് ബൈ ബർത്ത്, ജന്മനാ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ്. അപ്പം ലോസ്റ്റ് പേഴ്സൺസ്, ദോസ് ഹു ആർ ഹാവിങ് ദി മെൻ്റൽ എബിലിറ്റി ടു തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാത്ത ആളുകൾ. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസിയാണ്, പെർമനൻ്റ് ആണ്. ഇഡിയോസി ഈസ് പെർമനൻ്റ്, അത് പെർമനൻ്റ് ആണ്, ബൈ ബർത്ത്. അപ്പം ഇങ്ങനെയുള്ള ഇഡിയറ്റ്സ് ദേ കനോട്ട് എൻ്റർ ഇൻടു എ വാലിഡ് കോൺട്രാക്ട്. അപ്പം അവരെന്താ നമ്മൾ പറയുന്നത്? പെർമനൻറ്റ് നാച്ചുറൽ ഫൂൾ. അതിനിടയ്ക്കൊരു ഒരിക്കലും ഒരു മാറ്റം വരുന്നില്ല. അപ്പം അതുകൊണ്ടെന്താ, എ കോൺട്രാക്ട് ഓർ എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻറ്റു വിത്ത് ആൻ ഇഡിയറ്റ്, ദാറ്റ് ഈസ് അത് വോയിഡ് അബിനിഷ്യോ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി വോയിഡ് ആണ്. സോ ഇഡിയറ്റ്സ് ആർ നോട്ട് കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻടു എ പേഴ്സൺസ്. ഇഡിയറ്റ്സ് ആർ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ദെൻ സെക്കൻഡ്ലി ഡ്രങ്കൺ പേഴ്സൺസ് പറയുന്നുണ്ട്. ഡ്രങ്കൺ പേഴ്സൺസ് ആൻഡ് ലുനാറ്റിക്സ്. നമുക്ക് ലുനാറ്റിക്സ് ആണെങ്കിൽ എന്താ, ടെമ്പററി ഡീറെയിൽമെൻറ്റ് ഓഫ് മെൻ്റൽ കപ്പാസിറ്റിയാണ് ലുനാസി, ബൈ ബർത്ത് അല്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് കോൺട്രാക്ട്സ് ജനറലി എ കോൺട്രാക്ട് എൻ്റർഡ് ഇൻടു ബൈ എ ലുനാറ്റിക് ഈസ് വോയിഡ്. ബട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് ലുനാസി ലൂസിഡ് ഇൻ്റർവൽസ് ഓഫ് സാനിറ്റി ഈസ് ദെയർ. ഈ ലുനാറ്റിക്സിന് അല്ലെങ്കിൽ ഇൻസെയിൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് ചില ഇടവേളകളിൽ സാന്നിധ്യം ഉണ്ടാകും. അപ്പം അങ്ങനെ ആ സെയിൻ ആയിരിക്കുമ്പോൾ അവരുമായിട്ട് ഏർപ്പെടുന്ന എഗ്രിമെൻറ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ടാകും. ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കണം ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട സമയത്ത് ദാറ്റ് ലുനാറ്റിക് പേഴ്സൺ വാസ് സെയിൻ. അപ്പം അതിന് എല്ലായ്പ്പോഴും കാണുന്ന ഒരു ലുനാറ്റിക് ആയിട്ടുള്ള വ്യക്തി ജീവിതകാലം മുഴുവൻ ലുനാറ്റിക് ആകണമെന്നില്ല. ആ മെൻ്റൽ ഡീറെയിൽമെൻറ്റ് ക്യൂറബിളാണ്. ക്യൂറബിൾ വന്നു കഴിഞ്ഞാൽ, സെയിൻ ആയിക്കഴിഞ്ഞാൽ അയാളുമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ടാകും. ഇനി അതല്ല എങ്കിൽ ലൂസിഡ് ഇൻ്റർവൽസ് ഓഫ് സാനിറ്റി, എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻറ്റു വിത്ത് എ ലുനാറ്റിക് ഇൻ ഹിസ് ലൂസിഡ് ഇൻ്റർവൽസ് ഓഫ് സാനിറ്റി ഈസ് എൻഫോഴ്സിബിൾ.
അതാണ് ലുനാറ്റിക്സിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ എന്താ? ഡ്രങ്കൺ പേഴ്സൺസ്, ഹെവിലി ഇൻടോക്സിക്കേറ്റഡ്. When a person is heavily intoxicated, he is not capable of understanding things. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. അതേസമയം എന്താ? ഇൻടോക്സിക്കേഷൻ പോയി കഴിഞ്ഞ് when he is sane, when he is having the capacity to understand things, a contract entered into or by a drunken person, അത് വാലിഡായിട്ട് മാറും. പ്രൂവ് ചെയ്യാൻ സാധിക്കണം. ആ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടപ്പോൾ ഇയാൾ ഡ്രങ്കൺ പൊസിഷനിൽ ആയിരുന്നില്ല എങ്കിൽ മാത്രമേ നമുക്കെന്താ അതിനൊരു വാലിഡിറ്റി ഉണ്ടാകുന്നുള്ളൂ. ഡ്രങ്കൺ പേഴ്സൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ്. ദെൻ ഈ അടുത്തായിട്ട് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂന്നാമത്തേതിൽ ഒന്നാമത്തെ ഒരു കപ്പാസിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മൈനേഴ്സ് ആർ നോട്ട് കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. അതിനുശേഷം നമുക്കത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് നോട്ട് കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡിൽ തന്നെ നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? ഇഡിയറ്റ്സ്, ദെൻ ലുനാറ്റിക്സ്, ഡ്രങ്കൺ പേഴ്സൺസ്, ഇവരൊന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി ഇല്ല. ഇഡിയറ്റ്സിനാണെങ്കിൽ പെർമനൻ്റ്ലി ദേ ആർ ഇൻകേപ്പബിൾ. ലുനാറ്റിക്സ് ആണെങ്കിൽ എന്താ? ഇൻ ടൈംസ് ഓഫ് ലൂസ്ഡ് ഇൻ്റർവൽസ് ഓഫ് സാനിറ്റി ദി കോൺട്രാക്ട്സ് ഓർ എഗ്രിമെൻറ്റ്സ് എൻ്റർഡ് ഇൻടു ബൈ, അത് വാലിഡാണ്. അതുപോലെ ഡ്രങ്കൺ പേഴ്സൺസിനും സ്ഥിരബുദ്ധി ഉള്ളപ്പോഴുണ്ടെങ്കിൽ ദേ ആർ നോട്ട് ഇൻടോക്സിക്കേറ്റഡ്, അപ്പോൾ ഏർപ്പെടുന്ന എഗ്രിമെൻറ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ടാകും. ദെൻ ദി തേർഡ്, മൂന്നാമത് പറഞ്ഞത് എന്താണ്? പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ചില വ്യക്തികളെ നിയമം ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ആരെയൊക്കെയാണ് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്ന്, ഏലിയൻ എനിമീസ്. ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിദേശ പൗരനാണ് ഏലിയൻ. ഏലിയൻ ഇസ് എ പേഴ്സൺ ഇസ് എ ഫോറിനർ ടു ദി ലാൻഡ്. ഇപ്പം നമുക്ക് പാകിസ്ഥാൻകാരൻ ഒരു ഏലിയനാണ്, ശ്രീലങ്കക്കാരൻ ഏലിയനാണ്, ബംഗ്ലാദേശുകാരൻ. ഇപ്പം മറ്റൊരു രാജ്യത്തെ ഒരു പൗരൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏലിയനാണ്. സോ വി ക്യാൻ എൻ്റർ ഇൻടു എ കോൺട്രാക്ട് വിത്ത് ആൻ ഏലിയൻ വെൻ കൺട്രി ഈസ് നോട്ട് ഹാവിങ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ് അത് ഏലിയൻസ് കൺട്രി. ഏലിയൻ ഫ്രണ്ട്സും ഏലിയൻ എനിമീസും ഉണ്ട്. ഏലിയൻ ഫ്രണ്ട്സുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, ഏലിയൻ എനിമീസുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നോർമൽ ടൈമാണ് എങ്കിൽ ഇന്ത്യൻ പൗരനും പാകിസ്ഥാനി പൗരനുമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾക്കൊക്കെ വാലിഡിറ്റി ഉണ്ടാകും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു വാർലൈക്ക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ സസ്പെൻഡ് ചെയ്യപ്പെടും. ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയിട്ട് മാറും. അപ്പം അതാണ് വാർ ബിറ്റ്വീൻ ടു കൺട്രീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏലിയൻ എനിമീസുമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾ അതിന് വാലിഡിറ്റി ഇല്ല. ദെൻ ഫോറിൻ സോവറിൻസ്, അംബാസഡേഴ്സ്, ഡിപ്ലോമാറ്റിക് സ്റ്റാഫ് എക്സെട്ര. ഫോറിൻ സോവറിൻസ്, ഇപ്പം വിദേശ പൗരന്മാരും ഫോറിൻ സോവറിൻസ്. സച്ച് പേഴ്സൺസ് ക്യാൻ അംബാസഡേഴ്സ്, ഡിപ്ലോമാറ്റിക് സ്റ്റാഫ് എക്സെട്ര. സച്ച് പേഴ്സൺസ് ക്യാൻ എൻ്റർ ഇൻ ടു. ഇപ്പം ഈ ഫോറിൻ സോവറിൻസിനും അംബാസഡേഴ്സിനും ഡിപ്ലോമാറ്റിക് സ്റ്റാഫിനും ഒക്കെ ഇന്ത്യൻ പൗരന്മാരുമായിട്ട് വാലിഡ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാം. അവർക്കത് എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യാം. അതേസമയം ഇന്ത്യൻ പൗരന്മാർ ഇങ്ങനെയുള്ള വ്യക്തികളുമൊക്കെ ആയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്മാറിയാൽ അവർക്കെതിരെ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ പെർമിഷൻ വേണം. So, but an Indian citizen has to obtain a prior sanction of the central government in order to sue them in the Indian courts. അപ്പം ഇന്ത്യയിലെ കോടതികളിൽ വിദേശ അംബാസിഡർമാരെയോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് സ്റ്റാഫിനെതിരെയോ ഒക്കെ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ സാങ്ഷൻ വാങ്ങിയിരിക്കണം. അതേസമയം ഫോറിൻ സോവറിൻസിനും അതുപോലെ അംബാസിഡേഴ്സിനും ഡിപ്ലോമാറ്റിക് സ്റ്റാഫിനും ഒക്കെ ഇന്ത്യൻ പൗരന്മാരുമായിട്ട് കോൺട്രാക്റ്റുകൾ ഏർപ്പെടാം. ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ കോടതികളെ സമീപിക്കാം. അതിന് ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ ആവശ്യമില്ല. ദെൻ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇൻസോൾവൻസ്. ഇതൊക്കെ എന്താ? നിയമം ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആളുകളാണ്. നിയമം ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് ഇൻസോൾവൻസ് ആർ ഡിസ്ക്വാളിഫൈഡ് ഫ്രം എൻട്രിങ് ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട് ബൈ ലോ. ഇൻസോൾവൻസ് ആർ ഇൻകേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട്. ഇൻസോൾവൻസിനെ ഇൻകേപ്പബിൾ ആയിട്ട് നിയമം പ്രഖ്യാപിക്കുന്നു. ഇൻസോൾവൻ്റ് ഈസ് എ പേഴ്സൺ ഹൂസ് ലയബിലിറ്റീസ് ആർ മോർ ദാൻ ഹിസ് അസറ്റ്സ്. അസറ്റിനേക്കാളും ലയബിലിറ്റി ഉള്ള ആളുകൾ ഇൻകേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട്. ഇത് നിയമം ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. ഇൻസോൾവൻസ് ആർ നോട്ട് കോമ്പീറ്റന്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഇനി ഇൻസോൾവൻസി ഒക്കെ കഴിഞ്ഞാൽ സോൾവൻ്റ് ആകുകയാണ് എങ്കിൽ
If the court declare him as a solvent person, he can enter into a contract. അതുപോലെ തന്നെ കൺവിക്സ്, കോടതി കുറ്റക്കാരെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ആളുകൾ, ഇപ്പം എ കൺവിക്ട് വെൻ അണ്ടർഗോയിങ് ഇംപ്രിസൺമെൻറ്റ്, ആ ശിക്ഷാ കാലാവധിക്കുള്ളിൽ ഒരു 3 വർഷത്തേക്ക് ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷിച്ചു. ആ 3 വർഷം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പക്ഷെ ആ ശിക്ഷയുടെ കാലാവധിക്കുള്ളിൽ നിന്നുകൊണ്ട്, അപ്പം എന്താ, എ കൺവിക്ട് വെൻ അണ്ടർഗോയിങ് ഇംപ്രിസൺമെൻറ്റ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട്. ആ ഒരു ശിക്ഷാ കാലാവധിക്കുള്ളിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് ദേ ആർ ഇൻകേപ്പബിൾ. അതുപോലെ കോർപ്പറേഷൻസും കമ്പനീസിനും ഒക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കമ്പനീസ് ആക്റ്റും ആ കോർപ്പറേഷൻസിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്മോറാണ്ടവും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പവറിനുള്ളിൽ നിന്നുകൊണ്ട് കോർപ്പറേഷൻസിനും കമ്പനികൾക്കും ഒക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ, ഈവൻ ദോ ദേ ആർ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്. കോർപ്പറേഷൻസൊക്കെ ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ടിന് കീഴിലായിരിക്കും വരുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏത് നിയമപ്രകാരമാണ് അല്ലെങ്കിൽ ഏത് ലോ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഏത് നിയമപ്രകാരമാണ്, ഏത് ലോ പ്രകാരമാണോ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ നിയമത്തിനുള്ളിൽ വരുന്ന അധികാരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവർക്കെന്താ ഇവർക്ക് ഇൻകേപ്പബിൾ നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട്, ആ ഒരു അധികാരത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അവർക്ക് ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, അവർക്ക് എന്താ സാധനങ്ങൾ, പ്രോപ്പർട്ടി വാങ്ങാം, പ്രോപ്പർട്ടി വിൽക്കാം, ബിസിനസ്സിൽ ഏർപ്പെടാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ദാറ്റ് കോൺട്രാക്ട് മസ്റ്റ് ബി വിതിൻ ദി പർവ്യൂ ഓഫ് ഇറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ദി ലോ അണ്ടർ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. ആ ഒരു ലിമിറ്റേഷൻ മാത്രം നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ആ ഒരു കപ്പാസിറ്റി ടു പാർട്ടീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. കപ്പാസിറ്റി ടു പാർട്ടീസ്, അപ്പം അതിൻ്റെ അകത്ത് നമ്മളെന്താ മേജർ ആയിരിക്കണം, അതുപോലെ തന്നെ പേഴ്സൺസ് ഹാവിങ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതുപോലെ നോട്ട് ഡിക്ലെയർഡ്, നമുക്കെന്താ നിയമം പറഞ്ഞിരിക്കുന്ന ഒരു ഇതുണ്ട്, നിയമത്തിൻ്റെ അനുസരിച്ച്, നിയമം പറഞ്ഞിരിക്കുന്ന പരിരക്ഷ അനുസരിച്ച് അവർക്കൊരു ഇൻകപ്പാസിറ്റി ഉണ്ടാകാൻ പാടില്ല. പേഴ്സൺസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഇതെന്താ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രീ കൺസെൻ്റ് ആണ്. ഫ്രീ കൺസെൻറ്റ് നമ്മളെന്താ ഒരു കോൺട്രാക്റ്റിൻ്റെ ആദ്യമേ പറയുന്നത്, വിത്ത് ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് മസ്റ്റ് ബി ഫ്രീ. കോൺട്രാക്റ്റിലെ പ്രോമിസറും പ്രോമിസിയും ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സ്വതന്ത്രമായ മനസ്സോടെ ആയിരിക്കണം. ഒരു എഗ്രിമെൻറ്റിലെ പാർട്ടിക്കാർ മറ്റാരുടെയെങ്കിലും പ്രേരണയോ ഭീഷണിയോ നിർബന്ധത്തിനോ ഒന്നും വഴങ്ങാൻ പാടില്ല. സ്വതന്ത്രമായ മനസ്സോടെ ഏർപ്പെടുന്ന എഗ്രിമെൻറ്റുകൾക്കേ വലിഡിറ്റി ഉള്ളൂ. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളെ കോൺട്രാക്റ്റായിട്ട് മാറുന്നുള്ളൂ. നമ്മൾ ആ 2 or more persons are set to consent when they agree upon the same thing in the same sense. ഇപ്പോൾ കൺസെൻറ്റ് ഉണ്ടാകുന്നപ്പോൾ 2 പാർട്ടിക്കാർ ഒരേ കാര്യത്തെക്കുറിച്ച് ഒരേ രീതിയിൽ സമ്മതം അറിയിക്കുമ്പോൾ അവർക്ക് എന്താണ്, ഒരു കൺസെൻറ്റ് ഉണ്ടാകുന്നു. 2 വ്യക്തി, അതാണ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോയിന്റ്. അതാണ് കൺസെൻറ്റ് മസ്റ്റ് ബി ഫ്രീ. കൺസെൻറ്റ് 2 പാർട്ടിക്കാർ ഒരേ കാര്യത്തെക്കുറിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കണം, എങ്കിൽ മാത്രമേ കൺസെൻറ്റ് ഉണ്ടാകുന്നുള്ളൂ. സോ ഇൻ ഓർഡർ ടു മേക്ക് എ വാലിഡ് കോൺട്രാക്ട് ദെയർ മസ്റ്റ് ബി കൺസെൻറ്റ് ഓഫ് ദി ബോത്ത് പാർട്ടീസ് എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 2 പാർട്ടിക്കാരുടെയും സമ്മതം ഉണ്ടാകണം. 2 പാർട്ടിക്കാർക്കും ഒരേ അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആ ഡെഫിനിഷൻ്റെയും ഫ്രീ കൺസെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇത് തന്നിരിക്കുന്നത് സെക്ഷൻ 10 ഓഫ് ദി കോൺട്രാക്ട് ആക്ടിൽ ക്ലിയർലി പറയുന്നുള്ളത്, സ്പെസിഫിക്കലി സ്റ്റേറ്റ് ദാറ്റ് ദി കോൺട്രാക്ട് ഈസ് വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. നമ്മൾ ആ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് സെക്ഷൻ 10 പറയുമ്പോൾ എന്താ, കോൺട്രാക്ട് ഈസ് വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ if it is made with free consent of the parties. സെക്ഷൻ 10 പ്രകാരം ഒരു കോൺട്രാക്ട് വാലിഡും എൻഫോഴ്സിബിളും ആകുന്നു ഇഫ് ദാറ്റ് കോൺട്രാക്ട് ഈസ് മെയ്ഡ് വിത്ത് ഫ്രീ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. സ്വതന്ത്രമായ മനസ്സോടെ, പാർട്ടിക്കാർ സ്വതന്ത്രമായ മനസ്സോടെയാണ് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നെങ്കിൽ അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളെ വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇഫ് ദി കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ, ദാറ്റ് കോൺട്രാക്ട് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ. കൺസെൻറ്റ് ഫ്രീ അല്ല എങ്കിൽ ആ കോൺട്രാക്റ്റ് എൻഫോഴ്സിബിൾ അല്ല. ഇനി കൺസെൻറ്റ് ഫ്രീ അല്ല എങ്കിൽ ആ കോൺട്രാക്റ്റ് അതിനാൽ തന്നെ വോയിഡ് ആയിട്ട് മാറുന്നില്ല. ഇപ്പോൾ കൺസെൻറ്റ് ഫ്രീ അല്ല എങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായിട്ട് മാറും, അതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിട്ട് മാറും. ഇഫ് ദി കൺസെൻറ്റ്
of the parties to a contract is not free, then that contract is a voidable contract. Voidable ആണ്. A voidable contract is a contract which can be made valid or void by one of the parties to the contract, not by the other or others. നമ്മൾ ഈ വൺ ഓഫ് ദി പാർട്ടീസ് ടു കോൺട്രാക്ട് ആവുന്ന ഹൂസ് കൺസെന്റ് ഇസ് നോട്ട് ഫ്രീ. ആരുടെ കൺസെന്റ് ആണോ ഫ്രീ അല്ലാത്തത് അയാൾക്ക് വേണമെങ്കിൽ അത് വാലിഡോ വോയിഡോ ആക്കാം. ഇപ്പം കൺസെന്റ് ഫ്രീ അല്ലാത്ത വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അത് വാലിഡായിട്ട് മാറും. എൻ്റെ കൺസെന്റ് ഫ്രീ അല്ല, എന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ നിർബന്ധിച്ച് മറ്റേതെങ്കിലും രീതിയിലാണ് ഒപ്പിടിവെച്ചിരിക്കുന്നത്, എന്നെ ഈ കോൺട്രാക്ട് അയാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? വോയിഡായിട്ട് മാറി. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ ഇനി സെക്ഷൻ 14 ഓഫ് ദി കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, അക്കോർഡിംഗ് ടു സെക്ഷൻ 14 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് കൺസെന്റ് ഈസ് സഡ് ടു ബി ഫ്രീ. സെക്ഷൻ 14 ആണ് ഫ്രീ കൺസെന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ആസ് പെർ സെക്ഷൻ 14 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് കൺസെന്റ് ഈസ് സഡ് ടു ബി ഫ്രീ. കൺസെന്റ് ഫ്രീ ആണെന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ഓർ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ് ബൈ. Consent is said to be free if it is not caused by coercion, undue influence, fraud, misrepresentation, mistake. Consent is said to be free if it is not caused by coercion, undue influence, fraud, misrepresentation and mistake. അപ്പം ഈ രീതിയിലല്ല കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ consent is said to be free if it is not obtained by coercion. Consent is said to be free if it is not obtained by undue influence. Consent is said to be free if it is not obtained by fraud. കബളിപ്പിച്ചിട്ടല്ല, കബളിപ്പിക്കലിലൂടെയാണ് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ that consent is not free consent. Then consent is said to be free if it is not obtained by misrepresentation. ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിച്ച് ഒരു ഫാക്റ്റ് മിസ്റെപ്രസെന്റ് ചെയ്തിട്ടാണ് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതും ഫ്രീ കൺസെന്റ് അല്ല. ഇനി തെറ്റ് പറ്റിയിട്ടാണ്, തെറ്റ് സംഭവിച്ചു, ജഡ്ജ്മെന്റിൽ തെറ്റ് സംഭവിച്ചിട്ടാണ് കൺസെന്റ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് കൺസെന്റ് ഈസ് ഓൾസോ നോട്ട് ഫ്രീ. ആ കൺസെന്റും ഫ്രീ അല്ല. സോ സെക്ഷൻ 14 പ്രകാരം കൺസെന്റ് ഈസ് സഡ് ടു ബി ഫ്രീ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓർ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ. ആ ഒരു ഡെഫിനിഷൻ ഓർത്തിരിക്കുക. 5 കാര്യങ്ങളാണ് ഫ്രീ കൺസെന്റ് ആകണമെന്നുണ്ടെങ്കിൽ. ഇറ്റ് ഷുഡ് നോട്ട് ബി ഒബ്റ്റെയിൻഡ് ബൈ coercion, undue influence, fraud, misrepresentation, mistake. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മുഖാന്തരമാണ് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കൺസെന്റ് ഈസ് നോട്ട് ഫ്രീ. കൺസെന്റ് ഫ്രീ അല്ല. അതിനാൽ തന്നെ ആ കോൺട്രാക്ട് എന്തായിട്ട് മാറും? അതൊരു വോയിഡബിൾ കോൺട്രാക്ട് ആയിട്ട് മാറും. വോയിഡബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കൺസിഡറേഷൻ ലോഫുൾ അല്ലെങ്കിൽ അത് വോയിഡാണ്. പാർട്ടീസിന്റെ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് വോയിഡാണ്. അതേസമയം കൺസെന്റ് കാര്യത്തിൽ എന്താ? കൺസെന്റ് ഫ്രീ അല്ല എങ്കിൽ അത് ആ കോൺട്രാക്ട് ഒരു വോയിഡബിൾ കോൺട്രാക്ട് ആക്കിയേ മാറ്റുന്നുള്ളൂ. അത് വോയിഡ് അബ് ഇനിഷ്യോ അല്ല, അബ്സല്യൂട്ട്ലി വോയിഡ് അല്ല, വോയിഡബിൾ ആണ്. ദെൻ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് coercion. നമ്മൾ അതിൻ്റെ അകത്ത് coercion എന്താണ്? coercion. The term coercion means forcibly compelling a person to enter into a contract. Coercion means forcibly compelling a person to enter into a contract. എന്താ? ഫോഴ്സിബിളി, നിർബന്ധിച്ചു, ബലപ്രയോഗത്തിലൂടെ ഫോഴ്സ് ചെയ്ത് ഒരാളെ നിർബന്ധിക്കുകയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. അങ്ങനെ ഫോഴ്സ് ഉപയോഗിച്ച് നിർബന്ധിച്ച ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? coercion ആയിട്ട് മാറും. So in such cases the consent of the party is not free, obtained by force. ഫോഴ്സ്, ബലപ്രയോഗം, ത്രിട്ടണിങ്. ഒന്നെങ്കിൽ എന്താ? കമ്മിറ്റിംഗ് ഓർ ത്രിട്ടണിങ് ടു കമ്മിറ്റ്. രണ്ടുമുണ്ട്. ബലപ്രയോഗം നടത്തി അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇത് coercion ഡെഫിനിഷൻ സെക്ഷൻ 15 തന്നിട്ടുണ്ട്. സെക്ഷൻ 15 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, coercion. അപ്പോൾ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. coercion ഈസ് ദി കമ്മിറ്റിംഗ് ഓർ ത്രിട്ടണിങ് ടു കമ്മിറ്റ്. 2 കാര്യങ്ങളുണ്ട്, കമ്മിറ്റിംഗ് ഓർ ത്രിട്ടണിങ് ടു കമ്മിറ്റ്. ബലപ്രയോഗം നടത്തുന്നു അല്ലെങ്കിൽ നടത്തുമെന്ന് ത്രിട്ടൺ ചെയ്യുന്നു, ത്രിട്ടണിങ് ടു കമ്മിറ്റ്. ആൻ ആക്ട് ഫോർബിഡൻ ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ്. ഇപ്പോൾ ഇന്ത്യൻ പീനൽ അല്ലെങ്കിൽ IPC ഫോർബിഡൻ ചെയ്തിരിക്കുന്ന, IPC നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യം
ചെയ്യുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, or the unlawful detaining or threatening to detain any property to the prejudice of any person whatever with the intention of causing any person to enter into an agreement. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ തടഞ്ഞു വെക്കുക എന്തിനു വേണ്ടിയാ? അയാളെ കൊണ്ട് നിർബന്ധിച്ച ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുവിക്കുന്നതിന് വേണ്ടി. ഒന്നെങ്കിൽ കമ്മിറ്റിംഗ് ഓർ ത്രിട്ടണിംഗ് ടു കമ്മിറ്റ് ആൻ ആക്ട് ഫോർബിഡൻ ബൈ ദി IPC, or detain, unlawful detention of persons and property. If the consent is obtained by unlawful detention of persons and property, that is also coercion. അതും coercion ആണ്. നിയമവിരുദ്ധമായിട്ട് ഒരാളെ തടഞ്ഞു വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി തടഞ്ഞു വെച്ചു, ഭീഷണിപ്പെടുത്തി സമ്മതത്തിൽ ഏർപ്പെടുവിച്ചു കഴിഞ്ഞാൽ, കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, the consent is obtained by coercion. If the consent is obtained by coercion, then that contract is voidable. അത് void ആയിട്ട് മാറുന്നില്ല, voidable ആണ്. അത് ഓർത്തിരിക്കുക. Then നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഒരു coercion വന്നു കഴിയുമ്പം. The consent is said to be caused by coercion when it is obtained by either of the following techniques. ഇപ്പോൾ രണ്ട് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് coercion ആയിട്ട് മാറും. ഒന്നാമത്തെ എന്താ? കമ്മിറ്റിംഗ് ഓർ ത്രിട്ടണിംഗ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ IPC. ഇന്ത്യൻ പീനൽ കോഡിൽ നിരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകൃത്യമാണെന്ന് കണക്കാക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി കമ്മിറ്റ് ചെയ്യുകയോ റിട്ടേണിംഗ് ടു കമ്മിറ്റ് അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ coercion ആകുന്നു. ഇനി അതല്ലെങ്കിൽ എന്താണ്? അൺലോഫുൾ ഡീറ്റൻഷൻ ഓർ ത്രിട്ടണിംഗ് ടു ഡീറ്റൻ, രണ്ടുമുണ്ട്. ഡീറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയോ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കൺസെന്റ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ coercion. ഇനി നമ്മൾ ആ ഒരു coercion അതൊരു നിയമപരമായിട്ട് എന്താ? എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് coercion. ഒരു coercion വാലിഡ് coercion ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിന് ചില നിയമപരമായ റൂൾസൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താ? If the consent is obtained by coercion, that contract is a voidable contract. If the consent is obtained by committing or threatening to commit an act forbidden by the Indian Penal Code, or by the unlawful detention of a person or property, that amounts to coercion. If the consent is obtained by coercion, then that agreement or contract is voidable. അത് voidable ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അത് ലോ റിലേറ്റിംഗ് ടു coercion, ഇതിൻ്റെ അത് ആദ്യത്തെ ഒരു ലോ എന്താ പറയുന്നത്? coercion must be committing of any act forbidden by the Indian Penal Code. ആദ്യത്തെ റൂള് പറയുന്നത് എന്താ? coercion must be committing of any act forbidden by the Indian Penal Code. Any act forbidden by the Indian Penal Code അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that amounts to coercion. അപ്പം ഇങ്ങനെ ഒരു കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ദി കൺസെന്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ കമ്മിറ്റിംഗ് എനി ആക്ട് ഫോർബിഡൻ ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ്, there the consent is not said to be free, it is obtained by coercion. ഇനി അതല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത് coercion must be threatening to commit. രണ്ടുമുണ്ട്. കമ്മിറ്റിംഗ് സെക്കൻഡിൽ ആ threatening to commit any act forbidden by the Indian Penal Code. ഇപ്പം കമ്മിറ്റ് ചെയ്യുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നു, IPCയിൽ ഫോർബിഡൻ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യും, നീ കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നില്ല എങ്കിൽ, ഈ അഗ്രിമെന്റിൽ ഒപ്പിടുന്നില്ല എങ്കിൽ, there also the consent is obtained by coercion. ഭീഷണിപ്പെടുത്തി, നിയമവിരുദ്ധമായിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്ത്, ഈ രണ്ട് രീതിയിലും വന്നു കഴിഞ്ഞാൽ എന്താ? that amounts to coercion. then ഇപ്പം ആരെയെങ്കിലും നമുക്കെന്താ? A threatens to kill B's son. ബിയുടെ മകനെ കൊല്ലുമെന്ന് പറഞ്ഞു, ബിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒപ്പിടുവിച്ചു. അവിടെ coercion ആണ്, ഫ്രീ വില്ലല്ല. coercion പ്രോമിസിക്കെതിരെ വേണം. It can be directed towards a third party also. Then the coercion must be the unlawful detaining or threatening to detain any property. അതുപോലെ തന്നെ നിയമവിരുദ്ധമായിട്ട് പ്രോപ്പർട്ടി ഡീറ്റെയിൻ ചെയ്യുക, തടഞ്ഞു വയ്ക്കുക. അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രിട്ടണിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. എന്തെങ്കിലും പ്രോപ്പർട്ടി തടഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ that also amounts to coercion.
ആൻഡ് ഇഫ് ദി കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സച്ച് കൊയേഷൻ ദാറ്റ് എഗ്രിമെൻ്റ് ഈസ് എന്താണ് പറയുന്നത്, ദാറ്റ് ഈസ് ഓൾസോ വോയിഡബിൾ, അത് വോയിഡബിൾ ആയിട്ട് മാറുന്നു. ഇതിൻ്റെ എല്ലാം നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന റെഫറൻസ് ബുക്കുകളിൽ ഇതിനെല്ലാം കേസുകളൊക്കെ കാണും. നിങ്ങൾ ആ കേസുകളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ സഹായകമായിരിക്കും. Then the fourth point is the act of coercion must be done with the intention of causing the other party to enter into a contract. The act of coercion must be done with the intention of causing the other party to enter into a contract. അപ്പോൾ ആക്ട് ഓഫ് കോയേഴ്സൺ അതർ പാർട്ടിയെ, പ്രോമിസിയെ, അതർ പാർട്ടിയെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുവിക്കാൻ നിർബന്ധിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഇൻഡ്യൂസിങ് ദി അതർ പാർട്ടി ടു എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്, എങ്കിൽ മാത്രമേ അതൊരു കോയേഷനായിട്ട് മാറുന്നുള്ളൂ. ദി ആക്ട് ഓഫ് കോയേഷൻ മസ്റ്റ് ബി ഡൺ വിത്ത് ഇൻറ്റൻഷൻ ഓഫ് കോസിങ് ദി അതർ പാർട്ടി ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. അപ്പം അതർ പാർട്ടിയെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് ഇൻഡ്യൂസ് ചെയ്യുക, നിർബന്ധിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കണം. ദെൻ ദി ഇന്ത്യൻ പീനൽ കോഡ് may not be forced where the coercion is committed. ഈ കോയേഷൻ്റെ പ്രവൃത്തി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ത്യൻ പീനൽ കോഡ് എഫക്റ്റിൽ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. IPC ബാധകമായൊരു സ്ഥലത്ത് വെച്ച് ത്രിട്ടൺ ചെയ്യണമെന്നില്ല. അവിടെ ത്രിട്ടണിങ് എലമെൻ്റ് ഉണ്ട് എങ്കിൽ എവിടെ വെച്ച് ചെയ്താലും അത് കൊയേഷനായിട്ട് മാറും. അങ്ങനെ കൊയേഷൻ മുഖാന്തരമാണ് കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആ കൺസെൻറ്റ് ഫ്രീ അല്ല, അങ്ങനെ ഏർപ്പെടുന്ന എഗ്രിമെൻറ്റുകൾ വോയിഡബിൾ ആയിട്ട് മാറും. ദെൻ ദി ആക്ട് ഓഫ് കൊയേഷൻ മേ ബി ഇനിഷ്യേറ്റഡ് ബൈ എനി പേഴ്സൺ. ഇപ്പോൾ കോൺട്രാക്റ്റിലെ പാർട്ടിക്കാർ കൊയേഷൻ ഏർപ്പെടണമെന്നില്ല. The act of coercion can be initiated by any person. It can be initiated by third parties. സാധാരണഗതിയിൽ ആക്ട് ഓഫ് കോയേഴ്സൺ ചെയ്യുന്ന തേർഡ് പാർട്ടീസ് ആണ്. അപ്പം നീഡ് നോട്ട് ബി ദി പേഴ്സൺ ഹു ഈസ് ഇനിഷ്യേറ്റിംഗ് ദി ആക്ട് ഓഫ് കോയേഴ്സൺ നീഡ് നോട്ട് ബി എ പാർട്ടി ടു ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ പാർട്ടിക്കാരാകണമെന്നില്ല, ഒരു പാർട്ടി ആകണമെന്നില്ല. ഒരു തേർഡ് പാർട്ടിക്ക് ത്രിട്ടൺ ചെയ്യാം. ഇപ്പോൾ എ ബിയോട് പറയുന്നു, നീ സിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ നിനക്കെതിരെ നിൻ്റെ പ്രോപ്പർട്ടി ഡീറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ നിൻ്റെ മകനെ തട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ നിന്നെ വെടിവെക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. ഇവിടെ എ പാർട്ടി അല്ല, പക്ഷേ ത്രിട്ടൺ ചെയ്യുന്നു. ബിയോട് പറയുന്നു നീ സിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ എ ത്രിട്ടൺസ് ബി ഇഫ് ഹി ഈസ് നോട്ട് സെല്ലിങ് ഹിസ് പ്രോപ്പർട്ടി ടു സി ഫോർ എ പർട്ടിക്കുലർ എമൗണ്ട് ദെൻ ഹി വിൽ കിൽ ബി. എ ബിയോട് പറയുകയാണ്, നീ നിൻ്റെ പ്രോപ്പർട്ടി ഇത്ര ലക്ഷം രൂപയ്ക്ക് സിക്ക് വിൽക്കുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, നീ പോയി സിയുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക. അവിടെ ഇവിടെ ആ കൊയേഷൻ്റെ ആക്ട് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റിലെ പാർട്ടി അല്ല. അപ്പം ദി ആക്ട് ഓഫ് കൊയേഷൻ നീഡ് നോട്ട് ബി ഇനിഷ്യേറ്റഡ് ബൈ എ പാർട്ടി ടു ദി കോൺട്രാക്ട്. ദെൻ ദി നെക്സ്റ്റ് പോയിന്റ്, കൊയേഷൻ മേ ബി ബൈ വേ ഓഫ് ആൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇനി കൊവേഷൻ മേ ബി വൈ ഓഫ് ആൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇപ്പം സൂയിസൈഡ് ചെയ്യുന്നത് ത്രിട്ടൺ ചെയ്ത്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി മറ്റൊരാളെ കൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടിവിച്ച് കഴിഞ്ഞാൽ ദെയർ ഓൾസോ ദി കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ. അവിടെ ത്രിട്ടൺ ചെയ്യുക ചെയ്യുന്നത്, നീ ഇതിൽ ഒപ്പിടുന്നില്ല എങ്കിൽ, ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. അവിടെ ഒരു ത്രിട്ടണിങ് എലമെൻറ്റ് വരുന്നുണ്ട്. അറ്റംപ്റ്റഡ് സൂയിസൈഡ് ഓർ ത്രിട്ടണിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്, that also amounts to coercion. Then the coercion may not be by way of threat to file a suit. ഇത് നമ്മുടെ coercionന്റെ 8th point ആണ്. Law relating to coercionന്റെ 8th point ആണ്. ഇതാണ് the coercion may not be by way of threat to file a suit. A threat to file a suit doesn't amount to an act of coercion. കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരാളെ കൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടിവെച്ച് കഴിഞ്ഞാൽ അത് കൊയേഷൻ അല്ല. കാരണം കേസ് കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയിൽ നിയമവിരുദ്ധമായ ഒരു കാര്യമല്ല. ഇപ്പോൾ കേസ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തിയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും കൊയേഷൻ ആകുന്നില്ല. അപ്പം ലോ റിലേറ്റിംഗ് ടു കൊയേഷനിൽ ഈ പറയുന്ന 8 പോയിന്റുകൾ ഓർമ്മിച്ചിരിക്കുക.